ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി റെസിപ്പി ആട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ചിക്കൻ തോലോട് കൂടി എടുത്തിട്ടും അല്ലാണ്ടും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് തോലോട് ഇട്ട് എടുക്കുകയാണ്. അത് കാരണം ജസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് നമ്മളെ ഇതിൽ കിട്ടുക ഈ തോലുണ്ടാകുമ്പോഴാണ്. പക്ഷേ എന്നിരുന്നാലും ഈ കുട്ടികൾക്കൊക്കെ തോല് കഴിക്കുമ്പോഴൊക്കെ പൊട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബ്രസ്റ്റ് പീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ തോല് കളയട്ടെ. അപ്പോൾ ലെഗ് പീസ് മാത്രം ഞാൻ തോലോടുകൂടി എടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ തോല് റിമൂവ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലും എടുക്കാം, മുഴുവനായിട്ട് തോലില്ലാണ്ടും തോലോട് കൂടി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 എണ്ണം മതി ഒന്ന് സോക്ക് ചെയ്യാൻ, ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരുപാട് സവാള ഒന്നും ഈ റെസിപ്പിയിലേക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു 3 സവാള, ഞാൻ എടുത്തിരിക്കുന്ന സവാള ഉണ്ടല്ലേ 3 എണ്ണം ചെറുതാണ്. അപ്പോൾ വലിയ സവാള ഒക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ 3-4 സവാള ചെറുതാണെങ്കിൽ, വലിയ സവാള ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതി. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ റെഡ് ക്യാപ്സിക്കാണ് ഇതിൽ കൂടുതൽ കുറച്ചും കൂടിയും ഫ്ലേവറും കുറച്ചും കൂടിയും ഭംഗിയൊക്കെ കിട്ടാൻ നമുക്ക് റെഡ് ക്യാപ്സിക്കാണ് ഇതിലേക്ക് 2 എണ്ണം വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ക്യാപ്സിക്കം കുറേ നാളായി ഫ്രിഡ്ജിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് നാശമായി പോണോണ്ട് അത് ഞാൻ കളഞ്ഞില്ല. അപ്പോൾ ഒരു റെഡ് ക്യാപ്സിക്കം മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വാടി തുടങ്ങിയോണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും റെഡ് ക്യാപ്സിക്കം എടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് 2 ഗ്രീൻ ക്യാപ്സിക്കം എടുക്കാം, അത് നിങ്ങളിഷ്ടം. പക്ഷേ റെഡ് ക്യാപ്സിക്കാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ഭംഗി നൽകുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടാണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി ഇത്ര വെളുത്തുള്ളിയാണ് ഞാൻ കാണിച്ച അത്ര അളവിൽ വെളുത്തുള്ളിയാണ് ആവശ്യം. ഇതിലേക്ക് ഇഞ്ചി ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളെ ക്യാപ്സിക്കം സവാളൊക്കെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കാശ്മീരി ചില്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചമ്മന്തിയൊക്കെ ചുടുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരില്ലേ, ഒരു ചെറിയ ഒരു ഡാർക്ക് കുത്തുകുത്ത് പോലെ, അതുപോലെ വെളുത്തുള്ളിയും ക്യാപ്സിക്കൊക്കെ ഒരു കുത്തുകുത്ത് വരുന്ന ആ ഒരു രീതി വരെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വെറുതെ കുഴകുഴാന്ന് ഇരിക്കരുത്, ഒന്നൊന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നമ്മൾ ഇതൊരു ഇതിലിട്ടിട്ട്, അതായത് ഗ്രൈൻഡറിലോ ചോപ്പറിലോ ഇതിൽ നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ അതിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ 2 മാഗി ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ. മറ്റേ മിക്സിയുടെ ജാറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ജാറൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാവും, അതൊക്കെ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ചോപ്പർ ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് പച്ചക്കറി ചോപ്പ് ചെയ്യാനും ഒക്കത്തിന് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ഗ്രൈൻഡർ. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കണേ ഒരു 6 ടേബിൾ സ്പൂൺ മസാല നമ്മൾ ചിക്കനിലേക്ക് ഇട്ടെടുക്കട്ടോ. ചിക്കൻ്റെ അളവ് ഞാൻ പറയാൻ വിട്ടുപോയിട്ട് അത് 2 കിലോ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ 1 കിലോ ചിക്കനൊക്കെ വെച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മസാല മതി. ഇതൊരു പെരി മസാല ആണ് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മളിത്, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യം വരും, ചിക്കനൊക്കെ അധികം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നല്ലോണം ചിക്കനിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ പശു നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളത്തും കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ മാറ്റി വെച്ച സവാള ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വഴറ്റാനായിട്ട് വേണം. ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട്, 2 തക്കാളി അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിട്ടാ. മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ, മൂടി വെച്ചിട്ട്. കാരണം നമ്മൾ അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ മൂടി വെച്ച് തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. ചിക്കൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റൊക്കെ ആണ് കേട്ടോ. 15-20 മിനിറ്റൊക്കെ നമ്മൾ ചിക്കൻ നല്ലോണം കുക്കായി വരാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഫ്രൈ ആയി കിട്ടണം. ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് നമ്മൾ ഫ്രൈ ആയി കിട്ടണം കേട്ടോ. ഏകദേശം നമ്മളെ ഇതൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. മസാലയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം വറ്റിച്ച് ഫ്രൈ ആക്കി എടുത്താലേ ഈ ഒരു റെസിപ്പിക്ക് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ് വറ്റുമ്പോൾ നമ്മൾ ആ ഓയിലുണ്ടല്ലോ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ നമ്മൾ ചിക്കനും ഇങ്ങനെ ബ്രൗൺ നിറായി തുടങ്ങും, മുരിഞ്ഞ് തുടങ്ങി ഒരു പാടൊക്കെ വന്നു തുടങ്ങും. കണ്ട മസാല നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല നല്ലോണം മുരിഞ്ഞു തുടങ്ങി ചിക്കൻ. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ചിക്കനൊക്കെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ ഗ്രൈൻഡറിൽ, ആ ഒരു മസാലയുടെ മിക്സ് കുറച്ചും കൂടെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു പച്ചപ്പ് മാറണവരൊന്ന് വഴറ്റി കൊടുക്കുക.
അതിലേക്ക് 4 കപ്പ് ബസുമതി റൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ബസുമതി റൈസ് കേട്ടോ. അത് നല്ലോണം കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. 4 കപ്പ് അരി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ അരി റോസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അരിയൊക്കെ ഇങ്ങനെ ബ്രേക്കായി പോവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചെറിയ തീയിലിട്ടിട്ട് അരി റോസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ കഴുകിയ പാടെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആ വെള്ളം ഒന്ന് വാറ്റ് വെച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ഊറുന്നതിന് ശേഷമേ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അരി. എന്നിട്ട് ഇതിലേക്ക് 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മളിപ്പോൾ നെയ്ച്ചോറിനൊക്കെ വയ്ക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുൻതൂക്കം, അതായത് വെള്ളത്തിന് തൊട്ട് മുൻതൂക്കമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ അരി. അപ്പോഴും നമ്മൾ വല്ലാണ്ട് തീ കുറയ്ക്കരുത്. ഇതാ അരിയിലെ വെള്ളം, അരിയും വെള്ളം ഒരേപോലെ ആവണ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ തീ നല്ലോണം കുറച്ച് വയ്ക്കുക. അതുവരെ വല്ലാണ്ട് തീ കുറയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വിട്ട് നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നല്ലോണം തീ കുറച്ച് ഒരു 15 to 20 മിനിറ്റ്, അതൊന്ന് 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്ലെയിമിനനുസരിച്ചിട്ടേ. ഇനി ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്തിട്ട് ചിക്കൻ വേറെ റൈസ് വേറെ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ഓവറോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാൻ 2 രീതിയിലും സെർവ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മിക്സ് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ പൊടിയാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചിക്കനും റൈസും വേറെ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ റൈസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് നമ്മളെ ടൊമാറ്റോ സാൽസയുടെ ഈ ഒരു ചട്നി. ഇതെന്തായാലും വേണം. ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് തിന്നാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. കണ്ടിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്